നമസ്കാരം. കൃഷ്ണകുമാർജി, വളരെയധികം സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായി ഇപ്പോൾ ഇന്നലെ നിയമിതനായിരിക്കുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ പെട്ടെന്ന്? അല്ല, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓരോ പ്രായത്തിൽ ഓരോ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു സന്തോഷം ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ളൊരു ഇന്ധനമാണല്ലോ ഈ സംഭവമൊക്കെ. കാരണം ബേസിക്കലി ഞാൻ നല്ല ധാരാളം പേരുണ്ട്. ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വളരെയധികം ഹാർഡ് വർക്ക് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എല്ലാവരും പറയുന്നത് പ്രതീക്ഷയല്ല, അത് വന്നുകൊണ്ടിരുന്നിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മളെ പരിഗണിച്ചവരോട് നന്ദി പറയാനുള്ളൊരു സമയമായിട്ട് തോന്നും. കാരണം ഇതിപ്പോൾ പ്രസിഡന്റ് ശ്രീമതി മുർമു അവരാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രിയാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്, ശ്രീ മോഡിജി. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ മിനിസ്റ്റർ INB മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവദേവ്, അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വിളിക്കുന്നതും ഈ കാര്യം പറയുന്നതും. അപ്പോൾ നമുക്ക് നമ്മളോടൊരു അഭിമാനം തോന്നുന്നുണ്ടല്ലോ. 57 വയസ്സായപ്പോഴത്തേക്ക് നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുന്നു. അതും നമ്മൾ ഏകദേശം 3-4 പതിറ്റാണ്ടായിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിൽ തന്നെ നല്ലൊരു ഉയർന്ന പദവി കിട്ടുമ്പോൾ അങ്ങേയറ്റം നന്ദിയും ഹൈലി ഗ്രേറ്റ്ഫുൾ ടു എവ്രിബഡി. ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിച്ചിരിക്കാം. അതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷം. അല്ല, ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇത് സമകാലികമായ ചില മുഹൂർത്തങ്ങളുമായി ഇതിനെ കൂട്ടിക്കെട്ടാറുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം താങ്കളുടെ ഈ വാർത്ത വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയും വാർത്തകളുടെയൊക്കെ അടിയിൽ ചില ആളുകളുടെ കമൻറ്റുകൾ ഞാൻ കണ്ടു. വെറുതെ അല്ല ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ച പോയി നരേന്ദ്രമോദിയെ കണ്ടത്, അല്ലെങ്കിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു കോംപ്രമൈസാണ് ഡൽഹിയിൽ പോയി ഒപ്പിച്ച ഈ ഒരു സംഭവം എന്നൊക്കെ തരത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, പറഞ്ഞവരോട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഈ ഡോട്ട്സ് വരച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിയാണല്ലോ. പ്രധാനമന്ത്രിയെ കുടുംബത്തോട് പോയി കണ്ടിരിക്കുന്നു, ഈ പറഞ്ഞ ഇലക്ഷനിൽ സീറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് എന്നാൽ ഇലക്ഷന് മുൻപായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നു, അതിനകത്ത് തെറ്റുമില്ല. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ചെറുപ്രായം തൊട്ട് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ്. 82-ലാണ് ആദ്യം ശാഖയിലൊക്കെ പോകുന്നത്. അതിനുശേഷം ഇങ്ങനെ പ്രവർത്തിച്ച് വരുന്നത്. പാർട്ടിയിൽ അംഗമാവുന്നത് 2021-ലാണ്. 2 ഇലക്ഷൻ ഫൈറ്റ് ചെയ്തു. ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഞാൻ എപ്പോഴും കരുതും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 141 സീറ്റിനകത്ത് BJP ചിലപ്പോൾ 90 സീറ്റായിരിക്കും മത്സരിക്കുന്നത്. അപ്പോൾ 90 സീറ്റിൽ 90 പേരെല്ലേ നിർത്താൻ പറ്റും, അല്ലാതെ 95 പേരെ നിർത്താൻ പറ്റില്ല. അപ്പോൾ പാർട്ടിക്കെന്ന് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ട് ഞാനാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് നമുക്ക് തോന്നാം. പക്ഷേ പാർട്ടി കൂട്ടായിരുന്ന് ആലോചിക്കുമ്പോൾ എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ് മറ്റൊരാളെന്നുണ്ടെങ്കിൽ നമ്മളവരെ അംഗീകരിച്ചേക്കുക. അപ്പം നമ്മൾ എന്നിട്ടും തുടരുക. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാർട്ടി എന്ന് പറഞ്ഞ വലിയൊരു സംഘടനയാണ്. നമ്മളെ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും. പണ്ട് പറയുമല്ലോ, കർമ്മം നമ്മൾ ചെയ്യുക, അതിൻ്റെ കർമ്മഫലം അത് വരേണ്ട സ്ഥലത്ത് നിന്ന് വരേണ്ട സമയത്ത് അത് വന്നോളും. അപ്പോൾ അത് മക്കളോടൊക്കെ ഞാൻ ഇപ്പോഴും പറയും. എന്തിനാ ഇതൊരു നെഗറ്റീവ് സെൻസിലല്ല ഞാൻ പറയുന്നത് വെച്ചാൽ, വെൻ വി ആർ ഗെറ്റിംഗ് റിജക്റ്റഡ്, അപ്പോൾ റിജക്ഷൻ ഈസ് റീഡയറക്ഷൻ എന്ന് പറയും. അപ്പം നമ്മളാരെങ്കിലും എടുത്ത് വേണ്ടെന്ന് അങ്ങാർത്ഥത്തിലല്ലേ പറഞ്ഞത്, ഒന്ന് നമ്മളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മേൽഗതി വരും. ആ റീഡയറക്ഷൻ്റെ പാതയാണ് അതാണിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു കോംപ്രമൈസ് ഫോർമുല ഒന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഉതകുന്നു. ഇപ്പം ഈ പാർട്ടിയിൽ തന്നെ സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള വളരെ കുറച്ച് പേരുള്ളൂ. അതിലൊന്ന് ശ്രീ സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ MP ആയിട്ടിരിക്കുന്നു, മിനിസ്റ്ററായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരാളെന്ന് പറയുന്നത് ഈ മേഖലയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനെ അവരുപയോഗിക്കാമെന്ന് വിചാരിച്ച് കാണാം. അതായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ ഇപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. പ്രധാനമന്ത്രിയുമായി കണ്ടപ്പോൾ ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു? കാര്യം ഈ ഇലക്ഷനെക്കുറിച്ചും അതിൽ താങ്കൾ സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ബേസിക്കലി അവിടെ പോകുമ്പോൾ തന്നെ ഞാൻ പണ്ട് നേതാക്കളെ കാണുമ്പോൾ എന്താണ് മനസ്സിൽ കണ്ടത്, അതുപോലെ ഭാര്യയുടെ മക്കളിൽ നിന്ന് പറഞ്ഞ് നമുക്കൊരു ക്ഷണം കിട്ടിയിരിക്കുന്നു. അവിടെ പോകുമ്പോൾ നമ്മൾ പറയേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ഒന്ന്, നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണെന്നുള്ള പറയുക. 2, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ട് ഭാരതത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാവുന്ന, അതായത് ഗവൺമെൻറ്റൽ പ്രോജക്ട്സിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ അതിനെപ്പറ്റിയുള്ള സാധ്യതകൾ പറയുക. ഭാര്യയെടുത്ത് പറഞ്ഞു, നീ ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ്. സാധാരണ 50 കഴിഞ്ഞ സ്ത്രീകൾ കാണുകയാണ് സോഷ്യൽ മീഡിയ, കണ്ടൻറ് ഉണ്ടാക്കുന്നത് കുറവാണ്. അപ്പോൾ അത്തരം സ്ത്രീകളുടെ ഒരു പ്രതിനിധിയും കൂടിയാണ് നീ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാമെന്ന് അദ്ദേഹത്തോട് പറയും. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു, ഇത്തവണത്തെ ഇലക്ഷനിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇങ്ങനെ സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു.
അപ്പോൾ എൻ്റെ അടുത്ത് എന്താ ഞാൻ പറഞ്ഞു, അപ്പോഴും ഞാൻ പറഞ്ഞു മികച്ച സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ സിനിമയുടെ കാര്യം എങ്ങനെയാണ്, അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ അവസ്ഥയെല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു, എങ്ങനെ BJP മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് എല്ലാം പറഞ്ഞു. വളരെ സന്തോഷത്തോടെ പിരിയുന്നു. എന്നാൽ കൊച്ചുമോനെ എടുത്ത് കയ്യിൽ വെച്ച് അദ്ദേഹം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. മക്കളുടെയൊക്കെ ഒരു ചിന്ത മാറിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അവർ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എല്ലാവരെയും അവൻ വലിയത് അറിയുന്നുണ്ടോ അതുമില്ല. അപ്പോൾ ഇതൊരു അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ പറയുക, ഓറ ചേഞ്ച് ആയിപ്പോയി നമ്മുടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ TV യിൽ മാത്രം കണ്ട അടുത്ത് കാണുന്നതും സംസാരിക്കുന്നതും ഇടപഴകുന്നതും ആ ഉറപ്പെന്ന് പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ട്, അതിങ്ങ് ഒഴുകുക. അപ്പോൾ ഇത് ഫീൽ ചെയ്തവർക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വേറൊന്നും സംസാരിച്ചില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പാർട്ടിയെ വളർത്താൻ, ഇതെല്ലാം പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് എനിക്കറിയാം. അങ്ങേയറ്റം നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജോലിയുടെ ഉത്തരവാദിത്തത്തെ പറ്റിയും ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിത് കുറേ നാളായിട്ട് അറിയുന്നല്ല, ഇന്നലെ പെട്ടെന്ന് ഈ സംഭവങ്ങൾ അറിയുന്നു. അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പോൾ നാളെ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ താങ്കൾ ഡൽഹിയിലേക്ക് പോവുകയാണ്, വളരെ വേഗം ചുമതല ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ ചെല്ലുമ്പോൾ ഒരു പ്രയോറിറ്റി അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മനസ്സ് ബ്ലാങ്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്കെന്ന് പറയട്ടെ, ഡൽഹിയിലോട്ട് പോകുന്നെങ്കിൽ ഓഫീസ് ബോംബെയിലാണ്. നമുക്ക് എന്തായാലും NFDC എന്ന് പറയുമ്പോൾ നമ്മൾ കാലങ്ങളായി കേൾക്കുന്നതാണ്, ഇന്ത്യൻ സിനിമയുടെ ഒരു അതോറിറ്റി തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഇന്ത്യൻ സിനിമയെ മെച്ചപ്പെടുത്താം എന്നുള്ളതായിരിക്കണമല്ലോ പ്രധാനമായ വിഷയം. അതിനായിരിക്കുമല്ലോ ഒരു ചുമതല തരുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ജോലി കിട്ടിയൊന്നും ഞാൻ അങ്ങനെ ശരിയാക്കും ഇങ്ങനെ ശരിയാക്കും എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ എന്തായാലും അശ്വിനി വൈഷ്ണവ് മിനിസ്റ്റർ അദ്ദേഹം 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇരിക്കുമ്പോഴായിരിക്കും ഇതിനെപ്പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്ത് ഇതിൻ്റെ ഒരു ഏരിയൻ്റെ സ്കോപ്പും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ സാധ്യതകൾ മനസ്സിലാക്കണമല്ലോ. മനസ്സിലാക്കിയിട്ട് പരമാവധി നമ്മൾക്ക് സിനിമയിലൂടെ വന്നപ്പോൾ കിട്ടിയ അനുഭവങ്ങളും ഇനി പലരെയും നമ്മൾ കാണാനിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 വർഷം സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മാസം കംപ്ലീറ്റ്ലി ഒന്ന് പണി പഠിക്കണം, എന്നിട്ട് ഒന്ന് വ്യത്യസ്തമായ രീതിയിലൊന്ന് ചിന്തിക്കണം, നല്ല രീതിയിലുള്ള മാറ്റം. കാരണം ഇന്ത്യൻ സിനിമ ഇന്ന് വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് ഇൻഡസ്ട്രീസ് ആയി കഴിഞ്ഞു. അല്ല, ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോഴും നമുക്കൊരു സെൽഫിഷ്നെസ് വരുന്നത് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയോട് കൂടിയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മാത്രം എന്തെങ്കിലും ഒരു നേട്ടം അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടോ? ഇപ്പോൾ അങ്ങ് ബ്ലാങ്ക് ആണെന്ന് പറഞ്ഞു, എങ്കിലും എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ? പക്ഷേ എനിക്ക് അങ്ങനെ ഒരിക്കലും കാണാൻ കഴിയാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് പറയും, എന്തെങ്കിലും കാശ്മീരിൽ സംഭവിച്ചു ഒരു അപകടം, എനിക്ക് വിഷമം തോന്നും അവിടുത്തെ മരിച്ചാൽ, അത് ഭൂമിയിൽ എവിടെയാണെങ്കിലും. അപ്പോൾ എനിക്ക് ഇതിനകത്തിപ്പോൾ നാഷണൽ എന്നുള്ള വാക്ക് കിടക്കണം. അപ്പോൾ ഒരു പ്രദേശത്തെ നന്നാക്കാനായിട്ട് നമ്മൾ നോക്കാതിരിക്കുക, ഇന്ത്യൻ സിനിമ എന്ന് തന്നെ എൻ്റെ മനസ്സിൽ പോകത്തുള്ളൂ. പിന്നെ അതിനകത്ത് കേരള സിനിമ നിൽപ്പുണ്ട്, പിന്നെ മലയാള സിനിമ അല്ലാതെ തന്നെ മറ്റ് ഇൻഡസ്ട്രികൾ വെച്ച് നോക്കുമ്പോൾ വളരെ മുകളിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, എല്ലാം കൊണ്ടും എല്ലായിടത്തും ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ വളരെ മുൻപിലായിരുന്നു പണ്ട് തൊട്ട്. അപ്പോൾ ബേസിക്കലി ഇത് ഞാൻ നോക്കുമ്പോൾ ഇന്ത്യ മൊത്തമായിട്ട് ഇന്ത്യൻ സിനിമയെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റും. അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ മലയാള സിനിമയും. ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയുണ്ടായോ? എന്താണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്? ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ചു, ഒരുപാട് പേര്. അതും വലിയ സന്തോഷമാണ്. കാരണം ഇപ്പോൾ ശ്രീ സന്തോഷ് ശിവൻ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 7 Arts വിജയകുമാർ സാറൊക്കെ വിളിച്ച് വളരെയധികം കാര്യം. സുരേഷ് ഏട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം സിനിമ തന്ന വ്യക്തിയും കൂടിയാണ്. മാത്രമല്ല സിനിമയുടെ ഇൻ ആൻഡ് ഔട്ട് അറിയാവുന്ന വ്യക്തികൾ, ഇങ്ങനെ ധാരാളം പേര്. പിന്നെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണാൻ പോകുന്നുണ്ട് എൻ്റെ ദൈവതുല്യമായ 2 പേരാണ്. അതായത് ശ്രീ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ദൂരദർശൻ്റെ ഡയറക്ടർ. ഞാനൊക്കെ അപ്പോൾ അദ്ദേഹമൊക്കെ ഇന്ത്യയിലെ തന്നെ ഒന്ന് ഡൽഹിയിൽ നിന്ന് ദൂരദർശൻ്റെ ടോപ്പിൽ, മാത്രമല്ല NFDC എല്ലാ മേഖലകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചതാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിനിന് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയും അവർക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ ഏതൊരു കാര്യം നമ്മൾ ഇറങ്ങി തിരിച്ച് അതിനായിട്ട് പോകുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വരും. ഉദ്ദേശം നല്ലതാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് മനോഹരമായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃഷ്ണകുമാർജി, നമ്മൾ ഈ സംസാരിക്കുമ്പോൾ കേരളത്തിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 60% അടുക്കുന്നു കേരളത്തിലെ വോട്ടിംഗ്. ഇനിയും ഒരു 2 മണിക്കൂർ തീരാനുണ്ട് വോട്ടിംഗ് പ്രോസസ്സ്. എന്ത് തോന്നുന്നു? കേരളത്തിൽ എല്ലാവരും പറയുന്നു മാറ്റം വരും, ഇവിടുത്തെ കഴിഞ്ഞകാല രാഷ്ട്രീയമായിരിക്കില്ല, പുതിയ ഒരു ചരിത്രമാണ് പിറക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങയുടെ ഒരു കാൽക്കുലേഷൻ എന്താണ്? ആദ്യം തന്നെ പോളിംഗ് ശതമാനം ചിലപ്പോൾ 80 വരെ കടക്കാം. 80 കടന്നു എന്ന് വെച്ചാൽ പോളിംഗ് കൂടിയെന്ന് പറയാൻ പറ്റില്ല. കാരണം പണ്ട് 150 പേരുണ്ടായിരുന്നപ്പോൾ അന്ന് 80 പേര് വോട്ട് ചെയ്താൽ നമ്മുടെ ഒരു 67% എങ്ങാനും പറയുമായിരിക്കും. ഇന്ന് SIR വന്നപ്പോൾ 150 100ആയി. അപ്പോൾ അപ്പോഴും 80 പേരാണ് വോട്ട് ചെയ്യുന്നത്.
അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ശതമാനം 80-ലോട്ട് വരും. ഇത് എൻ്റെ ഒരു കണക്കാണ്, മേ ബി തെറ്റാം. അപ്പോൾ അതുകൊണ്ട് അത് വലിയ വ്യത്യാസം ഉണ്ടാക്കില്ല. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം ഉറപ്പാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. കാരണം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് നിൽക്കുന്നു ഇലക്ഷന്. അന്ന് BJP ഉണ്ടെങ്കിലും ആ 2-ൽ ആരോ ഒരാൾ ജയിക്കുന്നു. BJP ഇങ്ങനെ വളരെയായിരുന്നു. ഇപ്പോൾ എന്ത് വെച്ചാൽ ഈ 2 പേർക്കും ഉറപ്പിക്കാൻ വയ്യ ആര് ജയിക്കുന്നു. ഇനി പല സ്ഥലങ്ങളിലും BJP ജയിക്കുന്നതായി, പല സ്ഥലങ്ങളിലും ഈ 2 മുന്നണികളെ തോൽപ്പിക്കാൻ പോകുന്നത് BJP-യാണ്, ഒരാളെ. അതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. അതാരെ തോൽപ്പിക്കും? ഞങ്ങളാണ് തോക്കാൻ പോകുന്നത്, അവരാണ് തോക്കാൻ പോകുന്നത്? ഈ ഒരു കൺഫ്യൂഷനാണ് അപ്പുറത്തെ ഇരു സ്ഥാനാർത്ഥികൾക്കും പറ്റുന്നത്. അതുകൊണ്ട് അവർക്ക് ആർക്കും ഉറപ്പിക്കാൻ വയ്യ. ഇപ്പോൾ ഉദാഹരണം പറയാം, ആറ്റിങ്ങലിൽ കഴിഞ്ഞ മുമ്പത്തെ ലോക്സഭാ ഇലക്ഷനിൽ ശോഭ സുരേന്ദ്രൻ കാരണമാണ് ശ്രീ സമ്പത്ത് തോൽക്കുന്നത്. ശോഭ ജയിച്ചൊന്നുണ്ട്, ശോഭ പിടിച്ച വോട്ടിൻ്റെ അസാമാന്യ വോട്ടിങ്ങല്ലേ പിടിച്ചത്. അപ്പോൾ ഇതുപോലെയാണ് ഇന്ന് BJP ഒരു ഡിസൈസീവ് ഫാക്ടറായി മാറിക്കഴിഞ്ഞു. BJP ഡിസൈഡ് ചെയ്യുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ BJP-യെ 2 പേരും കൂടെ ചേർന്ന് ആക്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഈ അവസാന നിമിഷം കണ്ടു. ഇപ്പോൾ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായ ചില ആരോപണങ്ങൾ. അല്ല, അത് നല്ല സൂചനയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആക്രമിക്കുന്നു 2 പേരും കൂടി ചേർന്ന്? പരാജയ ഭീതിയാണ്. അതായത് BJP ജയിക്കുന്നുള്ള പരാജയം കൊണ്ട്, അവരുടെ പരാജയ ഭീതി കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അത് ഇനി തുടരാൻ പോവുകയാണ്, കൂടാൻ പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇവർക്ക് വോട്ട് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും BJP തോൽപ്പിക്കുക. കാരണം BJP ലീഡ് ചെയ്യാൻ സാധ്യത 1 മണ്ഡലം 2 മണ്ഡലം. ഇതിപ്പോൾ 40ഓളം മണ്ഡലത്തിൽ BJP നല്ല പെർഫോമൻസ് വരുമ്പോൾ 40 അടുത്ത് 2 കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് 20 സ്ഥലത്ത് ഇവർക്കും 20 സ്ഥലത്ത് അപ്പുറത്തും തോൽപ്പിക്കണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് അസാമാന്യമായ ഗ്രോത്താണ് BJP-ക്ക്. അതായത് കേരളത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഭാവി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക്, അത് BJP. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഏതായാലും ദൂരദർശനിൽ നിന്ന് തുടങ്ങിയ ഒരു ചരിത്രയാത്ര, ജൈത്രയാത്ര, അതിപ്പോൾ NFDC-യുടെ ചെയർമാൻ പദവിയിൽ വരെ എത്തി നിൽക്കുന്നു. തുടർന്നങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്. സഹകരണം കൂടി വേണം. തീർച്ചയായും.